രാഹുൽ നിയമസഭയിൽ പോകാതെ കേക്കച്ചൻ്റെയും അരമനക്കുണ്ടൻ്റെയും കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണമോ? രാഹുലിനെ കോൺഗ്രസ് പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് കാണിച്ച് കേക്കച്ചൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. രാഹുൽ യാതൊരു കാരണവശാലും നിയമസഭയിൽ കാലുകുത്തരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പണി ചെയ്തത്. അതുപോലെ തൻ്റെ വാക്കിനെ ധിക്കരിച്ച് യാതൊരു കാരണവശാലും രാഹുൽ നിയമസഭയിൽ വരാൻ ശ്രമിക്കരുത് എന്ന് കേക്കച്ചൻ അന്ത്യശാസനം കഴിഞ്ഞ ദിവസം കൊടുക്കുകയും ചെയ്തു എന്നാണ് വിവരം. നീ വന്നാൽ ഞങ്ങൾക്ക് നാണക്കേടാകും, വരാതിരുന്നാൽ ഞങ്ങൾ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ നിന്നെ തിരികെ എടുക്കാം, ഇപ്പോൾ തിരികെ വന്നാൽ ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും മാനക്കേടും ഉണ്ടാകും എന്നാണ് രാഹുലിനോട് കേക്കച്ചൻ പറഞ്ഞത്. രാഹുൽ സഭയിലെത്തിയാൽ പിണറായി കൊടുത്ത പണം ഉടനെ തിരിച്ചു ചോദിക്കും, എന്നാൽ കുറേ മാസം രാഹുൽ വെളിയിൽ നിന്നാൽ പണം തിരികെ കൊടുക്കേണ്ടി വരില്ല, അപ്പോഴേക്കും കോൺഗ്രസിന്റെ അടിവേര് ഇളകിയിരിക്കും, അപ്പോൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാം എന്നാണ് കേക്കച്ചൻ്റെ കണക്ക് കൂട്ടൽ. കേക്കച്ചൻ്റെ വാക്ക് കേട്ട് രാഹുൽ വീട്ടിലിരിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടുന്നത്. രാഹുലിനെ കൊല്ലാക്കൊല ചെയ്ത നാണം കെടുത്തിയ കേക്കച്ചൻ്റെ വാക്കുകളെ വീണ്ടും വിശ്വസിച്ച് രാഹുൽ നീ നാളെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നിന്റെ അവസാനമാണ് എന്ന് മനസ്സിലാക്കുക. രാഹുൽ തിങ്കളാഴ്ച വന്നാൽ ഇവന്മാർക്ക് കൊടുക്കാവുന്ന ഉത്തമ മറുപടിയായിരിക്കും അത്. ഒറ്റയ്ക്കിരിക്കുവാൻ രാഹുലിന് സഭയിൽ പേടിയുണ്ടോ? ജനങ്ങളുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം രാഹുൽ നിന്നെ ഇവന്മാർക്ക് ഒതുക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ കൂട്ടിക്കൊടുപ്പുകാരൻ കേക്കച്ചനെ പേടിച്ച് രാഹുലെ നീ വീട്ടിലിരുന്നാൽ നിന്റെ രാഷ്ട്രീയ ജീവിതം നാളെ കൊണ്ട് അവസാനിച്ചു എന്ന് മാത്രം കരുതുക. ഇവന്മാർ എന്ത് വില കൊടുത്തും എന്ത് തന്ത്രം ഉപയോഗിച്ചും നിന്നെ വീട്ടിൽ തന്നെ ഇരുത്തുവാനും സഭയിൽ കാലുകുത്തിക്കാതിരിക്കാനും ശ്രമിക്കും എന്ന് മനസ്സിലാക്കുക. ഇവന്മാർക്ക് നിന്നെ ജയിലിൽ അടയ്ക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് രാഹുലെ നീ ഇന്നും വീട്ടിലിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രാഹുൽ സഭയിൽ വരാതെ അവധിയെടുക്കട്ടെ എന്നാണ് കേക്കച്ചൻ്റെയും അവൻ്റെ ചട്ടുകമായ അരിമനക്കുണ്ടൻ്റെയും അഭിപ്രായം. രാഹുൽ അവധിയെടുത്തു പോയി ഇവന്മാരുടെ കുഞ്ഞമ്മയ്ക്ക് കൂട്ടിരിക്കണോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 18ാം ദിനമായി ഇന്ന് ജനങ്ങൾ ഒന്നടങ്കം രാഹുലിനോട് ആവശ്യപ്പെടുന്നു, രാഹുലെ തിങ്കളാഴ്ച സഭയിൽ ഉറപ്പായും വന്നിരിക്കണം, വന്നില്ലെങ്കിൽ മേലിൽ വരേണ്ട എന്ന്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. സാറേ, തിങ്കളാഴ്ച നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ എത്തിക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടം അവിടെ നിയമസഭയിലെത്തി, അത് പാലക്കാട്ടെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയൊരു നിന്നയാണ് രാഹുൽ കാണിക്കുന്നത്. രാഹുൽ വരുന്നതും കത്ത് സാറേ ആൾക്കാർ ഇപ്പം സാറേ ഇത് പറഞ്ഞില്ല, ഇപ്പം ഫുള്ള് അതായത് നമ്മുടെ ഇലക്ഷൻ്റെ വോട്ടെണ്ണലിൻ്റെ അതേ ഒരു പ്രകൃതിയാണ് ഇപ്പം ഈ i2 ന്യൂസിന് മുന്നാണ്. ലോകം മുഴുവനുള്ള മലയാളികൾ സാറേ, കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഒന്നുമില്ല, ലോകം മുഴുവനുള്ള എവിടെയൊക്കെ മലയാളിയുണ്ടോ അവിടെ എല്ലാം ഈ i2 ന്യൂസ് എത്തി. അതുകൊണ്ട് ലോകം മുഴുവൻ കാതോർത്ത് നിൽക്കുകയാണ് 15-ാം തീയതി രാഹുൽ നിയമസഭയിൽ എത്തുമെന്ന് ചോദിച്ച്. സുനിൽ സാറിൻ്റെ ഒരു ഇത് ഞാനിപ്പോൾ കേട്ട് ഞാൻ ന്യൂസ്, സുനിൽ സാറ് രാഹുലിനെ വിളിക്കുന്നതും കൊണ്ട് എല്ലാം ഓക്കെ. പക്ഷേ സുനിൽ സാറെ എത്തിക്കണം, രാഹുലിനെ എത്തിക്കണം. അതിനുള്ള എല്ലാ വഴികളും സുനിൽ സാറ് ഈ ന്യൂസിലൂടെ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ സാറേ ഈ രാഹുലിനെ തീർക്കാനുള്ള ഒറ്റ കാരണം, ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ആളായിരുന്നു പിണറായി വിജയൻ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ് സാറേ പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ വായിന്നൊന്നും ഞാനൊന്നും വന്നിട്ടില്ല. അയാളുടെ കൂടുതൽ സംരക്ഷിക്കാൻ അയാൾ ചെയ്യുന്നത് സാറ് കണ്ടില്ലേ. പക്ഷേ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയെക്കാട്ടിൽ ഏറ്റവും നേറി കെട്ട ആളാണ് ഈ വി.ഡി. സതീശൻ. അറിയാമല്ലോ, അതിലൊക്കെ എത്രയോ നല്ലവനാണ് പിണറായി വിജയൻ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി സാറേ കാര്യം. അതുപോലൊക്കത്തെ ഒരു നന്ദികേടാണ് ഇയാൾ കാണിച്ചേക്കുന്നത്. പ്രതിയില്ല, വാദിയില്ല, തെളിവില്ല, എവിഡൻസ് ഇല്ല. എന്തൊരു കേസാണ് സാറേ ഇത്. അപ്പം മനഃപൂർവ്വം രാഹുലിനെ ഈ കോൺഗ്രസിൽ നിർത്തി കളയാൻ വേണ്ടിയുള്ള പരിപാടിയില്ല സാറേ. മൂതുകളവൻ ചെയ്തത്, മൂതുകളവൻ 70-71 വയസ്സുള്ള ഈ തക്കാളിക്കടനും ഈ നമ്മുടെ ഈ ചതിയൻ കേക്ക് തീനിയും ആലപ്പുഴത്തെ അപ്പം തീറ്റിക്കാരനോട് കൂടി ചെയ്ത പരിപാടി ഇവന്മാരുടെ മൂന്നിൻ്റെ കളിയല്ല സാറേ അത്. എന്തുകൊണ്ട് സാറേ ഈ നമ്മുടെ അടൂർ പ്രകാശ് സാർ സംസാരിച്ചു, ഓക്കെ, നമ്മുടെ കോൺഗ്രസിൽ മുതിർന്ന സാർ ഇല്ല സാറേ, നല്ല നല്ല നേതാക്കന്മാരുണ്ട്, എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല സാറേ? നമ്മുടെ KPCC പ്രസിഡന്റ് നമ്മുടെ സുധാകരൻ സാർ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. സുധാകരൻ സാർ, നമ്മുടെ അടൂർ പ്രകാശ് സാറ്, പിന്നെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് സാർ, ഇവരൊക്കെ എവിടെ പോയി? എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ നമ്മുടെ രാഹുലിനോട് സംസാരിക്കാത്തത്? അതുകൊണ്ട് സാറ് രാഹുലിനെ എത്തിക്കണം, അതിനുള്ള എല്ലാ വഴികളും സാറ് ചെയ്യണം. ഞാൻ അതിന് ഒന്നുകൂടെ വിളിച്ച് പറയുകയാണ്, സുനിൽ സാറിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഞാൻ രാഹുലിനെ ഇന്ന് വിളിച്ച് ഒരു നമ്പറിൽ വിളിച്ച്, പക്ഷേ വേറെ ആരുമാണ് ഫോൺ എടുത്തത്. ഇനി രാഹുലാണെന്ന് അറിയത്തില്ല. കോൾ ഫോർവേഡാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അതുകൊണ്ട് സാറേ ഞങ്ങളൊക്കെ തിങ്കളാഴ്ച ഒരു ദിവസം എണ്ണി നോക്കിയിരിക്കുകയാണ്.
ഞങ്ങൾ പ്രാർത്ഥനയിലാണ്. കാരണം ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞ രാഹുലിനോട് സുനിൽ സാർ പറഞ്ഞൊക്കെ തന്നെ നിയമസഭയിൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ രാഹുൽ ഈ പൊളിറ്റിക്സ് അവസാനിപ്പിക്കുക. ഒരു പാർട്ടിയിലും പോകരുത്. അത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. ഈ നിയമസഭയിൽ 15-ാം തീയതി രാഹുൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ പണി രാഹുൽ അവസാനിപ്പിക്കുക. കാരണം രാഹുലിന് ഒരു പ്രശ്നവുമില്ല, രാഹുലിന് ഒരു കേസിലും തെളിവില്ല. അതുകൊണ്ട് സാറേ വീണ്ടും വീണ്ടും പറയുകയാണ്, രാഹുലിനെ എത്തിക്കണം. കാരണം സാറിൻ്റെ ഈ വാർത്താ ചാനൽ ലോകം മുഴുവനുള്ള മലയാളികൾ ഞങ്ങളെല്ലാം ഒരു ദിവസം എന്തുമാത്രം ഇതൊക്കെ കാണുന്നുള്ളത് നമുക്ക് തന്നെ അറിയത്തില്ല. അതുപോലത്തെ ന്യൂസാണ് സാറിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം ഇത്രയും ഒരു സത്യസന്ധമായ ഒരു ന്യൂസ് ചാനൽ ഈ ITV ന്യൂസ് സാറാണ് ഈ സംഭവം. ഈ സാർ ഇപ്പം ഈ ITV ന്യൂസ് ഇപ്പം ഈ ഒരു സംപ്രേഷണം ചെയ്തിട്ട് ഈ രാഹുൽ എങ്ങും എത്തത്തില്ലായിരുന്നു. ആരും ഇത് പുറമോ അറിയത്തില്ലായിരുന്നു. ഈ കേക്ക് തീനിയുടെ സംഭവം വിജയിച്ചേനെ. എന്തായാലും ഈ ഒരു സംഭവം സാറാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് സാർ ഇതിൻ്റെ തുടക്കം മുതൽ സാർ ചെയ്ത് അവസാനം വരെയും സുനിൽ സാർ ഇതിൻ്റെ അടുത്ത് കാണണം കേട്ടോ. ഞങ്ങളെല്ലാവരും സാറെ കണ്ണിൽ എന്നെ വെച്ച് നോക്കിയിരിക്കുക. നമ്മുടെ രാഹുൽ വരുന്നോന്ന് നോക്കി ലോകം മുഴുവനുള്ള മലയാളികൾ, പാലക്കാട്ടുകാർ എന്താ പറയുന്നത്, പാലക്കാട്ടുകാരുടെ ആളല്ലേ സാറേ ഈ രാഹുല്. പാലക്കാട്ടുകാരാണ് ജയിപ്പിച്ചു വിട്ടത്. അല്ലാതെ ഈ കേക്ക് തിന്നിട്ട് അവൻ്റെ അമ്പയുടെ വകയൊന്നും അല്ല നിയമസഭ. അവൻ പറയുന്നത് കേൾക്കാനും കൊടുക്കാനും എല്ലാ സ്ഥാനത്തു നിന്നും അവനെ ഒഴിവാക്കിയില്ലേ. ഇനിയും പാലക്കാട്ടുകാർ ജയിപ്പിച്ചിട്ട് പാലക്കാട്ടുകാർ തീരുമാനിച്ചോളും രാഹുൽ വരണോ വേണമെന്ന്. പാലക്കാട്ടുകാർ പറയണം വേണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലാതെ ഇവനല്ല സാറേ ഈ കള്ളൻ, ഈ കേക്ക് തിന്നി ഈ അപ്പം തെറ്റിക്കാരനല്ല സാറേ തീരുമാനിക്കുന്നത്. കള്ളൻ ഇവൻ കോൺഗ്രസിൻ്റെ ഒരു നാശമാണ് സാറേ. കോൺഗ്രസ് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ നാഴികക്കല്ലാണ് ഇവൻ ഈ കേക്ക് തിന്നി. സാറിനറിയോ എന്തുമാത്രം ചതിയനാന്നുള്ളത് ഇപ്പോഴാണ് സാറേ ഇവനെ മനസ്സിലാക്കിയത് ജനങ്ങൾ. ഈ കേക്ക് തിന്നേനെ ഇപ്പോഴാണ് സാറേ മനസ്സിലാക്കിയത്. ഇവൻ്റെ ആ തൊലിഞ്ഞ ചിരിയും കരിവാരിച്ചുള്ള മുടിയും പടുകളവൻ. രാഹുലിൻ്റെ ഏതോ ഒരു ന്യൂസിൽ കണ്ടു പോലീസുകാർ അടിച്ച് പുറം പൊട്ടിച്ചത്. ഇവൻ്റെ ഈ കേക്ക് തീൻ്റെ എന്തുമാത്രം പുറം പൊടിച്ചിട്ടുണ്ട് സാറേ. എവിടെ പോയി അവൻ്റെ മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മുണ്ട് ചുളുങ്ങാതാണ് ഇവൻ്റെ വീട്ടിൽ കയറി പോണത്. ഇവൻ എവിടെ പോയി അടി കൊണ്ടിട്ടുണ്ട് സാറേ ഈ കേക്ക് തീനി ഈ തക്കാളിക്കണ്ണനും. രാഹുലിൻ്റെ പുറത്ത് നമ്മൾ കാളനെ ബാറ് വെക്കുന്നവണക്കാണ് ഞാനത് ന്യൂസ് കാണുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായുന്നില്ല. ഈ ഷാഫി പറമ്പിൽ നമ്മുടെ രാഹുൽ ഇവരൊക്കെ അടി കൊള്ളിടത്തോളം ഈ കേക്ക് തീനിയും ഈ തക്കാളിക്കണ്ണനും പോയി അടി കൊണ്ടിട്ടുണ്ടോ സാറേ? സാറേ ഇവന്മാരെ 3 പേരെ ഈ കേരളത്തിൽ നിന്ന് എടുത്ത് ഈ കോൺഗ്രസ് എടുത്ത് മാറ്റി ഈ കോൺഗ്രസ് പ്രസ്ഥാനം സാറേ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇല്ലെന്നാവും. ഇവന്മാരെ 3 പേരെ ഈ കോൺഗ്രസ് നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ എന്താ പറയുന്നത് ഈ ഇന്ത്യ ഇപ്പൊ ബംഗാളിലെ സ്ഥിതിയാവും. കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെന്നാവും. ഇന്ത്യ തന്നെ പോവും ഈ കോൺഗ്രസ്. ഇത് എത്രയും പെട്ടെന്ന് സാറേ രാഹുലിന്റെ നമ്മുടെ എന്താ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലതായിരിക്കും. അല്ലാതെ ഇതൊന്നും സാറേ രാഹുൽ ഗാന്ധി അറിയുന്നില്ല. രാഹുൽ ഗാന്ധി ചെറുപ്പക്കാർ കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. ഇവന്മാരുടെ ഈ തോന്നിവാസോ ഈ തെമ്മാടിത്തരം ഒന്നും രാഹുൽ ഗാന്ധി അറിയുന്നില്ല സാറേ. ഇതിപ്പോ എന്തായാലും ഈ കേക്ക് തീനിയുടെ കാരണം വെച്ചാൽ ഇവനെ ഒരു സ്ഥലത്തും വരാൻ ഇവനെ ചീമോട്ട് എടുത്തെറിയും ഈ കേക്ക് തീനിയനെ. ഇവനെ ഒരു സ്ഥലത്തും കേരളത്തിലെ ഒരു പൊതുവേദിയിലും സാറേ ഇവനെ പ്രസംഗിക്കത്തില്ല. ഇവനെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ അമ്മമാര് ഇവനെ ചീമോട്ട വലിച്ചെറിയും. ഇവൻ കേരളത്തിലെ ഒരു പൊതു സ്ഥലത്ത് ഈ കേക്ക് തീനി വന്ന് ഇനിയും പ്രസംഗിക്കത്തില്ല സാറേ. അതുപോലൊക്കത്തെ തന്തയ്ക്ക് പറക്കാത്ത സ്വഭാവമാണ് ഇവൻ കാണിച്ചിരിക്കുന്നത് രാഹുലിനോട്. ഓക്കെ. ഈ അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പറവൂർ ഇവനെതിരായിട്ട് സാറ് രാഹുലിനെ നിർത്തണം. അടുത്തത് പറവൂരിലെ ഇവനെതിരായിട്ട് ഈ രാഹുൽ നിർത്തണം. രാഹുൽ പുഷ്പം പോലെ അവിടുന്ന് ജയിക്കും. അതോടെ ഇവന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും സാർ. അത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഓക്കെ സുനിൽ സാറേ, സാർ ഇതിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം കേട്ടോ. ശരി എന്നാ ഓക്കെ. കോൺഗ്രസ് തന്നെ തീപ്പൊരിയായി വരുന്ന നേതാവിനെ ഇല്ലാതാക്കൂ എന്ന ഉദ്ദേശത്തോടെ അതിൻ്റെ നേതാക്കളും ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരും ചേർന്ന് ഉണ്ടാക്കിയ നാടകമാണെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും പറ്റിയ കേസാണ് പെണ്ണുപിടിയുമായി ബന്ധപ്പെട്ടത്. കേസെടുത്താൽ രാഹുലിനെ ചവിട്ടിക്കൂട്ടാമെന്നായിരുന്നു ഇവർ ചിന്തിച്ചത്. ഈ നിലപാടുകാരനെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിട്ടതല്ലേ, അതോ ആകാശത്തിൽ നിന്ന് പൊട്ടി മുളച്ചതോ? എൻ്റെ അഭിപ്രായത്തിൽ 55 കഴിഞ്ഞവർ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുക. രാഹുൽ, വിശ്വനാഥ്, ചാണ്ടിയുമ്മൻ, അബിൻ വർക്കി, മാത്യു കുഴൽനാടൻ എന്നിങ്ങനെയുള്ളവർ വരട്ടെ. ചങ്കൂറ്റമുള്ള സുധാകരനെ പോലുള്ളവരും വേണം. ഞാൻ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്. ഇനി അബോർഷൻ കേസ് എല്ലാം വ്യവസായ പ്രമുഖരാണോ ചെയ്യുന്നത്? IMA അവർക്കാണോ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? കോഴപ്പണം വാങ്ങി നടത്തുന്ന ലീലാവിലാസങ്ങൾ റിപ്പോർട്ടറും ഭരണപക്ഷവും ചെയ്യിക്കുന്നത് തന്നെയാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഏവർക്കും അറിയാം. സതീശൻ പിണറായിയെ കണ്ടുപഠിക്കട്ടെ. തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവരെ എങ്ങനെയാ സംരക്ഷിക്കുന്നത്? അതിന് പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, അടുത്ത കസേര അന്വേഷിച്ച് നടക്കുമ്പോൾ. എൻ്റെ കുടുംബത്തിൽ നിന്ന് സതീശൻ ഇനി വോട്ട് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല.
രാഹുലിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും തിരികെ കൊടുക്കണം. രാഹുൽ ഗാന്ധിക്ക് ഇനി തിരികെ കൊടുത്തില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ നിവേദനം കൊടുക്കാൻ തയ്യാറുമാണ്. ഒരു മനുഷ്യനെ ഇട്ട് തല്ലി ചതയ്ക്കുന്നതിന് പരിധിയില്ലേ? ഞാൻ ചോദിക്കുക, ജേർണലിസം പഠിക്കുമ്പോൾ നിങ്ങൾ പ്ലഡ്ജ് എടുക്കാറുണ്ടോ? സത്യസന്ധമായും നീതിനിഷ്ഠമായും ജനങ്ങൾക്ക് വാർത്തകൾ നൽകുന്നതാണ് ഓരോ ജേർണലിസ്റ്റും ചെയ്യേണ്ടതെന്ന്, അല്ലാതെ റേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കലല്ല. അങ്ങനെയുള്ള ചാനലിനെ ബാൻ ചെയ്യുക തന്നെ ചെയ്യണം. ഇന്നലെ മുഴുവൻ ഞാൻ രാഹുലിനെ ലൈക്കടിച്ച് ബിയോണ്ട് ദ ലിമിറ്റായി. ഇനി ലൈക്ക് അടിക്കാൻ പറ്റില്ല എന്ന് കാണിച്ചു. ഈ കേസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ രാഹുലിനെ പറ്റി പറയണം ട്രൈ ചെയ്തിട്ട് എനിക്കൊട്ട് കിട്ടുന്നുമില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ട്രെൻഡ്, പണ്ട് ദാരിദ്ര്യത്തെ കഴിഞ്ഞിരുന്ന അമ്മമാർ ഒരു തോർത്ത് കീറി മറച്ചിരുന്ന കാലം. ഇപ്പോൾ മാറിൽ മറയ്ക്കാത്തവർ സ്റ്റാർ ആണെന്നാണ് ധാരണ. ഇവളുമാരെ ആർക്ക് വേണം? ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞാൽ ഇനിയും കൂടിപ്പോകും. അതുകൊണ്ട് ഇത്രയെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പം ഒത്തിരി പറയാൻ കാണും. എന്തൊരു ഈ കേരളത്തിന് തന്നെ അപമാനമല്ലേ? ഈ ഒരു കുടുംബത്തിൽ ഇരുന്ന് ഈ വാർത്തകൾ മാത്രമല്ലേ ഉള്ളൂ? എന്തെല്ലാം വാർത്തകൾ! കേരളം എങ്ങോട്ട് പോകുന്നു, ഒരു വന്യജീവി ആക്രമണം, എന്തെല്ലാം വാർത്തകൾ! കേരളത്തിൻ്റെ സ്ഥിതി എങ്ങനെ, എന്തെല്ലാം വാർത്തകളുണ്ട്! ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാഹുൽ ഇവന്മാരൊക്കെ എവിടുന്നാണ് ജേർണലിസം പഠിച്ചത്? എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽപ്പെട്ട ഒരാളാണ്. ഞങ്ങൾക്ക് തന്നെ വൈകുന്നേരം ഒന്ന് കുടുംബത്തിൽ വന്ന് ഒന്ന് കേൾക്കാൻ പറ്റുമോ? കേൾക്കുന്നതിൻ്റെ മാത്രമല്ല, ഇതിനൊരു അറുതിയില്ലേ? ഇതിൽ കേസ് കോടതി വിട്ടിട്ടും ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ഇവനൊക്കെ ഉള്ളിപ്പോയി എവിടുന്ന് ഇവനൊക്കെ PhD കിട്ടിയെന്നാണ് എൻ്റെയൊക്കെ ചോദ്യം. സത്യസന്ധമായും സത്യസന്ധമായി നീതിനിഷ്ഠമായും ജനങ്ങൾക്ക് വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ നാളെ ഇതാ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വരുന്നത്, അന്നേരം തന്നെ എല്ലാവരും കൂടെ ഇങ്ങ് വന്നിരുന്ന് ലാസ്റ്റ് അറ്റ കൈയാണ് കാണിച്ചത്. കോടതിയെ വെറുതെ വിട്ട് ഒന്നുമില്ലാത്ത കാര്യത്തിന് പിന്നെയും ശൂന്യതയിൽ നിന്ന് ചെകഞ്ഞെടുത്ത് ഗർഭമുണ്ടാക്കി, ആകാശത്ത് നിന്ന് ഗർഭമുണ്ടാക്കി, അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതാ വരുന്നു. വ്യവസായ പ്രമുഖനാണ് ഇപ്പം തീരുമാനിക്കുന്നത് അബോർഷന് മെഡിസിൻ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന്. ഇനി ഞങ്ങളെല്ലാം വ്യവസായ പ്രമുഖനെ ഞങ്ങളുടെ ഇങ്ങോട്ടും പറഞ്ഞു വിടണം കേട്ടോ. വ്യവസായ പ്രമുഖനെ ഞങ്ങൾക്ക് വേണ്ടതല്ലേ? അബോർട്ടഡ് കേസ് വരുമ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ആരെയാണ് സമീപിക്കുന്നത്? എന്തൊരു നാറ്റക്കേസാണ്! എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൻ്റെ പറ്റി എന്തെല്ലാം കൊടുക്കാനുണ്ട്. കാർഷിക രംഗത്തെ ഇവർ ഓർക്കുന്നുണ്ടോ? കർഷകരെ ഇവർ ഓർക്കുന്നുണ്ടോ? മുടിഞ്ഞ് ചത്ത് കിടക്കുന്ന വന്യമൃഗങ്ങൾക്ക് ഇരയായിട്ടല്ലേ ഇപ്പം കർഷകരെ ഇട്ട് കൊടുത്തേക്കുന്നത്? എന്തെങ്കിലും അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആൾക്കാരുണ്ടോ? ഈ ഒരു കുറേ വളർന്നു വരുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് കുറേ ആഭാസന്മാരായ ഞങ്ങൾക്ക് ഇനിയും വളരണം. ഇനി പണ്ടൊക്കെ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും മന്ത്രിമാരോ ആൾക്കാരോ പറഞ്ഞിരുന്നെങ്കിൽ അത് കേരളത്തിലെ നല്ല ജനങ്ങൾ കേൾക്കുമായിരുന്നു. അവർക്ക് പ്രതികരിക്കുമെങ്കിലും അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, നല്ല വിവരമുള്ള ആൾക്കാരായിരുന്നു. എന്നാലും അവർക്കതിനുള്ള മാർഗങ്ങളൊക്കെ കുറവായിരുന്നുകൊണ്ട്. പക്ഷെ ഇന്ന് അതല്ല, കാലം മാറി. ഇന്ന് തോന്നിവാസം കാണിക്കുന്ന നേതാക്കന്മാരൊക്കെ ഒന്ന് ഓർക്കണം. ഇന്നത്തെ ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, ആർക്കാണ് നീതി, ആരുടെ പക്ഷത്താണ് സത്യം എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അതിനുള്ള ബോധം കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർക്കുമാർ വരെ ഉണ്ട്. പിന്നെ ഓരോ ഗ്രൂപ്പിൽ പെടുമ്പോൾ അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുന്നു. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഇവിടെയുള്ള ഭരണപക്ഷത്തിരിക്കുന്നവർ വരെ രാഹുലിൻ്റെ കൂട്ടത്തിലാണ്. ഒരു മനുഷ്യനെ ഇട്ട് കൊല്ലുന്നതാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? വളർന്നു വരട്ടെ. ഇങ്ങനെയുള്ള യുവത്വങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലാണ്ട് പാര വെച്ചും കസേര വലിച്ചും നടക്കുന്നവരല്ല ഞങ്ങൾക്ക് ആവശ്യം. യുവത്വങ്ങൾ വരണം. ഞാനീ പറഞ്ഞ ഈ യുവത്വങ്ങൾ മുഴുവൻ ആൾക്കാരും വരണം. മധു കൊഴുനാടൻ വരണം, വിശ്വനാഥ് വരണം, അബിൻ വർക്കി വരണം. അങ്ങനെയുള്ള യുവത്വങ്ങൾ മുമ്പോട്ട് വരട്ടെ. ഈ കുറേ കസേരയിൽ ഇരുന്ന് തഴമ്പ് പിടിച്ചവർ മാറി നിൽക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനിയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ഇനി തീരുമാനിക്കട്ടെ, ഇനി കുത്തണോ വേണ്ടയോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ അതുപോലെയുള്ള 24 ഒക്കെ വന്നാൽ ഞങ്ങൾ കൊടുക്കും, അല്ലാണ്ട് എന്തിന്? സുൽമാന്തി സാറേ നമസ്കാരം. ഞാനിപ്പോൾ താങ്കളുടെ
രാഹുൽ തിങ്കളാഴ്ച സഭയിലെത്തിയില്ലെങ്കിൽ എന്നുള്ള ആ മെസ്സേജ് കേൾക്കുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ മെസ്സേജുകളും സ്ഥിരം കേൾക്കുന്ന ഒരാളാണ്. കാരണം നിങ്ങളുടെ പേര് തന്നെ എനിക്ക് സുനിൽ മാത്യു തന്നെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഒരു തൻ്റെ ഇടം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പം കൂടുതൽ കുടുംബവും ഒക്കെ പുറയിലുള്ളത് കൊണ്ട് അത്രയും അങ്ങോട്ട് പറ്റുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്, രാഹുൽ എന്ന വ്യക്തി അവൻ ചെയ്തത് വലിയ തെറ്റുകളൊന്നുമല്ല. വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം മേടിക്കുന്ന ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, അത് എല്ലാവരും ഇത് ചെയ്യുന്നവരാ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് പുറത്തോട്ട് കാണുന്നതിൽ കൂടുതൽ ഉള്ളിൽ ഹൈഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നവരാണ് ഇതിലെ മജോറിറ്റി. അവർക്ക് സ്ഥാനമാനങ്ങളില്ല, അവരെ ഫോക്കസ് ചെയ്യാൻ ആളുകളില്ല. അതുകൊണ്ട് അവരുടേത് ആരും പബ്ലിക്കാക്കുന്നില്ല. പബ്ലിക്കാക്കിയാൽ അതുകൊണ്ട് പ്രയോജനവുമില്ല. പക്ഷെ ഇതിനകത്തൊരു വലിയ പ്രാധാന്യമുള്ള പോയിന്റ് ഞാൻ കണ്ടത്, രാഹുൽ ഒരു നല്ല പൊളിറ്റീഷ്യനാണ്, അതിനുള്ള ബുദ്ധിയുണ്ട്, സപ്പോർട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഈ കരളുറപ്പെന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, ചങ്കൂറ്റം, അതായത് താങ്കൾക്കുള്ളത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയൊരു സ്റ്റെപ്പ് പുള്ളിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. താങ്കൾക്കുള്ളതിൻ്റെ 100-1 കരളുറപ്പ് മതി. അതാണ് വേണ്ടിയത്. അല്ലാതെ ഇപ്പം ഈ പുള്ളിക്ക് ഒരു ആവറേജ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ. പുള്ളി പാലക്കാടോട്ട് ഒറ്റയ്ക്ക് പോവുക, എന്ത് ചെയ്യും? കൊല്ലുവോ? ഒന്നും ചെയ്യുകയില്ല. വണ്ടി തടയും, ചീമൊട്ടേറിയും, വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിക്കും. ഇതിലൊക്കെ വലിയ 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 സാഹചര്യങ്ങളെ ചവിട്ടി മെതിച്ച് മുമ്പോട്ട് പോയ രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്കുണ്ട്. വേണ്ട, ഇപ്പം ഭരിക്കുന്ന പിണറായി വിജയൻ തന്നെ ഇതിൻ്റെയൊക്കെ 1000 ഇരട്ടി. എനിക്ക് 67 വയസ്സുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തുള്ള പൊളിറ്റിക്സൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 1000 ഇരട്ടി വേട്ടയാടപ്പെട്ട മനുഷ്യരാ. അവരിതിനെയൊക്കെ അതിജീവിച്ചായി ഈ പൊസിഷനിലിരുന്നത്. ഈ ചെറിയ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള കരളുറപ്പില്ലെങ്കിൽ ഇദ്ദേഹത്തിന് പൊളിറ്റിക്കലി പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത് ഇത്ര ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇലക്ഷന് നിന്ന് കഴിയുമ്പോൾ മനസ്സിലാവും മജോറിറ്റി സപ്പോർട്ട് ചെയ്യുന്ന, എത്ര പൈസ ഇതിൻ്റെ മുകളിലോട്ട് എറിഞ്ഞാലും മജോറിറ്റി സപ്പോർട്ട് ചെയ്യുന്ന രാഹുലിനെ ആയിരിക്കും. കാരണം ഇതെല്ലാവരും ചെയ്യുന്നതാ, ഹൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ ഇതൊരു നല്ല കർമ്മമാണെന്നൊരു നല്ല സംഗതിയാണെന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇതിനൊക്കെ ശിക്ഷയുണ്ടെന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷേ ഇത് കുറ്റപ്പെടുത്താൻ, ഇത് കല്ലെറിയാൻ എന്ത് യോഗ്യത ഇതിനുമായി മുമ്പിൽ നിൽക്കുന്ന, ഇതിനെ ഫോക്കസ് ചെയ്ത് എന്താ അതിന് പറയുന്നത്, മുതലെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് എന്ത് യോഗ്യത? ഇതിനകത്ത് ഒരൊറ്റ കാര്യമേ രാഹുൽ ചിന്തിക്കേണ്ട, ഒരൊറ്റ പോയിന്റേ ഞാൻ കാണുന്നുള്ളൂ. എന്ത് ചെയ്യും? പാലക്കാടോട്ട് നാളെ ആദ്യം രാവിലെ തന്നെ പാലക്കാടോട്ട് പോവുക, ഒരു എസ്കോട്ടും ഇല്ലാതെ. എന്ത് ചെയ്യും? അവിടെ വന്ന് ഇവൻ്റെ കാറ് തല്ലി പൊളിക്കുമായിരിക്കും, കല്ലെറിയുമായിരിക്കും, ചെരുപ്പെറിയുമായിരിക്കും. ദാറ്റ് ഈസ് ഓൺലി ഫോർ എ സിംഗിൾ ഡേ. പിറ്റേ ദിവസം അവിടെ താമസിച്ചുകൊണ്ട് തന്നെ പുള്ളിയെ ജയിപ്പിച്ച ആളുകളെ കാണുക, അല്ലെ അവിടുത്തെ സമ്മതിദായകരെ കാണുക, ആളുകളുടെ മുഴുവൻ സപ്പോർട്ട്. ഒരു ചെറിയ ഏറ്റുമുട്ടലിന് തയ്യാറാകണമെന്നേ ഉള്ളൂ. ഇതിൽ കൊലപാതകവും ഒരു മണ്ണാങ്കട്ടയും നടക്കാനില്ല. കരളുറപ്പ് വേണം, കരളുറപ്പ്. താങ്കൾക്കുള്ളതുപോലെ കരളുറപ്പ് വേണം. ഇനി സഭയിൽ ചെന്നാൽ ആരെന്ത് ചെയ്യുമെന്ന ഒരു പിണ്ണാക്കും ചെയ്യാനില്ല. പുള്ളി ഒറ്റത്തടിയാണ്. പുള്ളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെ 50 പ്രാവശ്യം ഇതിനകം തന്നെ ചെന്ന് കഴിഞ്ഞതിനായിട്ട് വേണ്ടത് നടന്നു ചെന്നേനെ. എന്ത് ചെയ്യുമെന്ന ഒരു പുല്ലും ചെയ്യാനില്ല. അതാണ് ആദ്യം അയാൾ മനസ്സിലാക്കേണ്ടത്. ഈ വോയിസ് പുള്ളിക്ക് ഇട്ടുകൊടുത്താൽ പുള്ളിക്ക് ബുദ്ധി ഉണ്ടാവും. എന്ത് ചെയ്യുമെന്ന കുറച്ച് ഊളകൾ കഴിക്കുന്നിടം വരെ അവിടെ നിന്ന് കേൾക്കുക. എന്നിട്ട് അവൻ നിർത്തിപ്പൊക്കോളും. കുറേ മുദ്രാവാക്യം വിളിക്കുന്നു, റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, അവർ തന്നെ നിർത്തിപ്പൊക്കോളും. ഇത് കണ്ടിട്ട് ഓടുകയല്ല, അവിടെ നിൽക്കുക. അത് ഫേസ് ചെയ്യാനുള്ള കരളുറപ്പോടെ നിൽക്കുക. അതിന് വേണ്ടി ഒരൊറ്റ സംഗതിയേ ഉള്ളൂ, നിങ്ങൾക്കുള്ളതിൻ്റെ 100-1 കരളുറപ്പ്. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ, ഒരു പുള്ളിയുമായി താങ്കൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് തന്നെ, രാഹുലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അനവധി, ഇത് രാഹുലിൻ്റെ യാതൊരു പ്രയോജനവും കിട്ടിയിട്ടുമില്ല, ഇനിയും ഭാവിയിൽ പോലും ഒരു പ്രയോജനം ആഗ്രഹിക്കാത്ത സാധാരണ മനുഷ്യർ
ഈ തിന്മയ്ക്കെതിരെ, ഈ നികൃഷ്ടതയ്ക്കെതിരെ ശബ്ദം ഉയർത്താൻ കരളുറപ്പുള്ള അനേകം മനുഷ്യർ പുള്ളിയെ പരസ്യമായിട്ട് അവരുടെ അഡ്രസ്സോട് കൂടിയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കോൺഗ്രസിൻ്റെ ഇന്ന പ്രവർത്തനമാണ്, ഇന്ന പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്, ബട്ട് ഐ ആം ലീസ് ബോതേർഡ് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ നിയർ ഫ്യൂച്ചർ. എന്ത് സംഭവിച്ചോട്ടെ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നിൻ്റെ കൂടെ ആളുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല, നിൻ്റെ സാഹചര്യം മനസ്സിലാക്കി. ഈ കല്ലെറിയുന്നവർക്ക് ഇതിനകത്ത് യാതൊരു യോഗ്യതയില്ലെന്നും അവരുടെ ഉദ്ദേശം ദുരുദ്ദേശമാണെന്ന് മനസ്സിലാക്കി നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇന്ന് സ്ത്രീകൾ വളരെ വളരെ അവർക്കെതിരെ ആണുങ്ങൾ പുരുഷന്മാരിറങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം അവർക്ക് ആരെന്ത് സപ്പോർട്ട് ചെയ്താലും പുരുഷന്മാർ ഒന്നടങ്കം അവർക്കെതിരെ ഇറങ്ങി നശിപ്പിക്കാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തുണിയും പറിച്ചു ഓടും, പൊടി പോലും കാണുകയില്ല. ഇതൊരു മുതലെടുപ്പിൻ്റെ ഇതായിട്ട് മാറി, ഒരു കമ്പോളമായിട്ട് മാറി. ഇത് 5 വർഷം മുമ്പ്, 12 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് ചിരിച്ചു കാണിച്ചെന്ന്. രാഹുലേ, നിനക്ക് എൻ്റെ 100-ൽ-1 കരളുറപ്പുണ്ടെങ്കിൽ നീ നാളെ തന്നെ പാലക്കാട് പോവുക. പാലക്കാട് നിന്ന് 10 വാഹനത്തിൻ്റെ ഹമ്പടിയോടുകൂടെ നീ പോവുക. പിന്നെ പോലീസിൻ്റെ ജോലിയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. പോലീസിനെ അറിയിക്കുക, ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന സാഹചര്യങ്ങളുടെ സാധ്യതയുണ്ട്. പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടെ പോകേണ്ടി നിന്നെ അവിടെ എത്തിക്കണം. നീ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു MLA. നിന്നെ അവിടെ എത്തിക്കേണ്ടത് ഇവിടുത്തെ ക്രമസമാധാനം. പോലീസ് പറയാ പോകാൻ പറ്റിയല്ലെന്നൊക്കെ പറയാൻ ആർക്കാ പിന്നെ പോകാൻ പറ്റുന്നവരായിട്ട് ആരുണ്ട്? അവരെ അവിടെ എത്തിക്കേണ്ടത് അവരുടെ ചുമതല. ഇല്ലെങ്കിൽ അടുത്ത ദിവസത്തെ സമ്മേളനത്തിൽ അതിന് കാണിച്ചു കൊടുക്കാം, ഞാനിങ്ങനെ ഇറങ്ങി ഇവിടെ ബ്ലോക്ക് ചെയ്തു, പോലീസിൻ്റെ ഇൻഎഫിഷ്യൻസി കൊണ്ട് എനിക്ക് അവിടെ വരാൻ പറ്റിയില്ല. അടുത്ത ദിവസം ഈ സമ്മേളനം 5-10 ദിവസം കാണുമല്ലോ, അടുത്ത ദിവസമെങ്കിലും അവിടെ ചെല്ലുക. ഇത് പേഴ്സണലായിട്ട് പുള്ളിക്ക് അയച്ചു കൊടുക്കുക. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, നിൻ്റെ കരളുറപ്പിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നീ കയറിക്കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട് കോൺഗ്രസ്സിന്, അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ നീ ഒരു ഭീരുവാണെങ്കിൽ ഇനി നീ ദൈവത്തെ ഓർത്ത് നിൻ്റെ വീടിന് പുറത്തിറങ്ങരുത്. നീ നിൻ്റെ വീടിനുള്ളിൽ തന്നെ ഇരുന്നു 10 മുട്ടയും അടവെച്ചോണ്ട്. സ്വല്പമെങ്കിലും കരളുറപ്പ്. എൻ്റെ 100-ൽ-1 നിനക്ക് മതി. നീ ആരേക്കാൾ മുമ്പിൽ നീ 8 മണിക്ക് തന്നെ അവിടെ എത്തിയിരിക്കണം. അതാണ് കരളുറപ്പ്. അതിനു മുമ്പ് നീ പാലക്കാട് പോകാമെങ്കിൽ പാലക്കാട് പോയി പാലക്കാട് നിന്ന് വലിയ ഒരു പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ ഒരു വലിയ ജാഥയായിട്ട്, വാഹന ജാഥയായിട്ട് അവിടെ ചെല്ല്. അവിടെ നിന്ന് അടുത്ത ചീഫ് മിനിസ്റ്ററാ ഈ വർഷം ടേമിൽ അല്ലെങ്കിൽ അടുത്ത ടേമിൽ. കാരണം കരളുറപ്പുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള ലേബലാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സുൽമാത്യു സാറേ, ഈ നിങ്ങൾ ചെയ്യുന്ന വളരെ വലിയൊരു പ്രവൃത്തിയാണ്, വളരെ വലിയൊരു പ്രവൃത്തി. കാരണം ഈ സമൂഹത്തെ, ഈ ലോകത്തെ, ഈ നാടിൻ്റെ ദുഷ്ടതയെയും എതിർത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു കരളുറപ്പ് വേണം. രാഹുൽ ഈശ്വറിനും താങ്കൾക്കും ദൈവം വലിയ 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 അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. നിങ്ങളിലൂടെ ഒരുപാട് നന്മ ഈ നാടിന് ലഭിക്കട്ടെ. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എന്തു പറഞ്ഞു കഴിഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതായത് വെറും മണ്ടന്മാരും പോഷന്മാരുമായുള്ള ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പഠിക്കാത്തവനും വിവരമില്ലാത്തവനും. അവന്മാർ ഈ കോൺഗ്രസ്സുകാരൻ്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തേച്ച് അവരിപ്പോൾ ഗാലറി എന്ന് ചിരിക്കുക. ഈ മണ്ടന്മാർ ഈ പിൻപ് അവന് വിവരമുണ്ടോ? അവന് ഇവരെടുക്കുന്ന ഇവൻ ഏജൻ്റാ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയെ അടിച്ച് നശിപ്പിച്ച് അതിൻ്റെ പോലീസുകാരുടെ ഇത് വെളി വന്നപ്പോൾ ഇവൻ അവിടെ പോയി ഞണ്ണു. മനുഷ്യനാണെങ്കിൽ ഞണ്ണു തീട്ട് തന്നെ പോരെ. ഇവൻ എന്തിനാ അത് മേടിച്ച് കഴിക്കുന്നത്? ഇവൻ മാത്രമേ ഉള്ളൂ. അവനൊക്കെ വെളിയിൽ ഇങ്ങനെ കാണിച്ചേച്ച് അവൻ്റെ കാശ് മേടിക്കുക. ഹലോ, നമസ്കാരം സാറേ. ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് തോമസ്. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ഈ പ്രാവശ്യം എത്തിയില്ലെങ്കിൽ 2026 മെയ്യിലെ തെരഞ്ഞെടുപ്പ് VD സതീശൻ നിയമസഭ കാണുകയില്ല. ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അനേക കോൺഗ്രസ് വിശ്വാസികൾ ഉണ്ട്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു
കെട്ടുറപ്പുണ്ട്. അനേകം പേര് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് പല ആൾക്കാരുടെ അടുത്ത് വിളിച്ചു, നമുക്ക് പറവൂര് VD സതീശനെതിരെ ഒരു പ്രകടനം നടത്തണമെന്നൊക്കെ അവർ പറഞ്ഞു. സമയമുണ്ട്. അതുകൊണ്ട് VD സതീശൻ പറയുന്നത് കേട്ട് എറണാകുളം DCC പ്രസിഡൻറ്റും കളിച്ചാൽ കളമശ്ശേരിയിൽ 20,000 വോട്ടിൽ കൂടുതൽ പിടിപ്പിക്കുകയില്ല. 20,000 വോട്ടിന് താഴെയേ പിടിക്കുകയുള്ളൂ. ആരൊക്കെ എത്രയെല്ലാം കച്ച കെട്ടിയാലും നിരപരാധിയെ ക്രൂശിക്കുന്ന VD സതീശനെ അടുത്ത നിയമസഭ കാണിക്കാതിരിക്കാനുള്ള എല്ലാ വഴിയും പറവൂര് മണ്ഡലത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ചിരിക്കുക. പാവം ഒരു ചെറുപ്പക്കാരനെ, ഒരു പയ്യനെ ക്രൂശിലേറ്റുന്ന VD സതീശനെ പുറത്താക്കണം. കോൺഗ്രസ്സിലായാലും BJPയിലായാലും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏതു പാർട്ടിയിലായാലും നിരപരാധിയെ ക്രൂശിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ അച്ചറ്റകളെ പടിയടച്ച് പുറത്തിറക്കണം. അയാൾ പറഞ്ഞല്ലോ വനവാസത്തിന് പോകുന്നു. വനവാസത്തിന് ഒരുക്കും അയാളെ. പറവൂര് മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാർ ഇയാൾക്കെതിരായി നിൽക്കും. ഒരു സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെയുണ്ട്, പറവൂര് VD സതീശനെതിരായിട്ട്. ഞാൻ നിർത്തുക. കാരണം ഇത് കേട്ട് ഇതിൻ്റെ സത്യം എന്തെന്ന് നമുക്കറിയാം. ഇപ്പോൾ സത്യം സാറ് എല്ലാ മനുഷ്യനെയും സത്യം ബോധ്യപ്പെടുത്തി. ഈ പെണ്ണും VD സതീശനും ഈ പെണ്ണിൻ്റെ അമ്മയും അപ്പനൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ മനുഷ്യന് സംശയകരമായ രീതിയിലേക്കാണ് വരുന്നത്. ശരി സാറേ, ഓക്കെ. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.